സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ സൃഷ്ടാവാം ദൈവത്തിൻ്റെ അത്യുന്നതമായ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നുവെന്ന് പൂർവ്വതലമുറകൾക്ക് അബ്രഹാമിന് വെളിപ്പെട്ട അതേ ദൈവം ആരംഭത്തിൽ തന്നെ തൻ്റെ സൃഷ്ടി വിവരണം തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതുപോലെ സൃഷ്ടി വിവരിച്ചിരിക്കുന്ന മറ്റൊരു ഗ്രന്ഥമില്ല ലോകത്തിൽ. വളരെ ഗ്രഹിക്കത്തക്കവണ്ണ രീതിയിൽ പണ്ഡിതനും പാമരനും ഗ്രഹിക്കത്തക്കവണ്ണം വളരെ കൺക്ലൂസീവായിട്ടത് സംഗ്രഹിച്ചിരിക്കുന്നു എത്ര വാക്കുകളിൽ. എന്നാൽ അത് ആഴത്തിൽ പഠിക്കാൻ ഉതകുന്നവർക്ക് അതിൻ്റെ ആഴം അത്യഗാധമാണ്, ഗ്രഹിക്കാൻ കഴിയാതെ കൊണ്ട് അത്യഗാധമാണ്. എന്നാലത് ഏതൊരു അറിവില്ല എന്ന് പറയുന്നവർക്ക് പോലും ഇത് ഗ്രഹിക്കുവാനായിട്ട് ദൈവത്തിന് കൃപ ധാരാളമായതാണ്. നമ്മൾ സങ്കീർത്തനം ധ്യാനിക്കുകയാണ്. എൻ്റെ 103 സങ്കീർത്തനം കഴിഞ്ഞു. അവിടെ ആരംഭം തന്നെ എന്മനുമഹയെ വാഴ്ത്ത് എൻ്റെ സർവാന്തർഗമേ, അതുപോലെ തന്നെ തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് 104 എന്ന് പറയുന്നത്. എന്മനുമഹയെ വാഴ്ത്തുക എന്ന് തുടങ്ങി അവസാനിക്കുന്നു. അങ്ങനെ തന്നെ എന്മനുമഹയെ വാഴ്ത്തുക, യഹോവയെ സ്തുതിക്കുകയും എന്മനുമഹയെ വാഴ്ത്തുക എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ് ആരംഭ അവസാനം. ഓരോന്നിലും ദൈവത്തെ സ്തുതിക്കാനായിട്ട് സാധിക്കണം. നമ്മൾ പ്രാർത്ഥനകളിലൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുക. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ ദൈവം ആരാണെന്നുള്ള ചിന്തയിൽ നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുക്കുക. ദൈവം എല്ലാറ്റിനും ശക്തനാണെന്നുള്ള ആ ബോധ്യത്തോടെ സ്തോത്രത്തോടെ പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുക. നമ്മൾ പറഞ്ഞതെല്ലാം യാമീൻ പറയുമ്പോൾ മുൻപ് പറഞ്ഞതെല്ലാം വിശ്വസിക്കുന്നത് അപ്രകാരം തന്നെ എന്നുള്ളതിൻ്റെ ഒരു അച്ചാരമാണ്, ഒരു മുദ്ര പോലെയാണ് യാമേൻ എന്ന് പറയുന്നത്. ആമേൻ എന്ന് പറയുന്ന വാക്ക് ചുമ്മാതല്ല, ദൈവത്തിന് വിലപ്പെട്ടതാണ് ഈ ആമേൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നിനും ആമേൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം അതങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചാൽ എന്തൊക്കെയോ ചുമ്മാ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൂട്ടുകയാണെന്നതുപോലെ തോന്നും. കേൾക്കാൻ ആരും ഇല്ലാത്ത പോലെ, അങ്ങനെ തന്നെ കേൾക്കാൻ ആരുമില്ലെന്നുള്ള ചിന്ത. എന്നാൽ കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മളൊരു വ്യക്തിയെടുത്ത് ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമോ? ഒരു അധികാരിയുടെ അടുക്കൽ ചെന്ന്, അധികാര സ്ഥാനത്ത് ചെന്ന് നമ്മൾ വെറുതെ ഒന്നും പറയാറില്ലല്ലോ. ഒരു പെറ്റീഷൻ അല്ലെങ്കിൽ ഒരു അപേക്ഷ എന്തെങ്കിലും നമ്മൾ കൊടുത്താൽ, അപ്ലിക്കേഷൻ കൊടുത്താൽ അതിനൊക്കെ നിയതമായ ഒരു വ്യവസ്ഥയുണ്ട്. അതിൽ നമ്മൾ അവരോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് വ്യക്തമായിട്ടും കൃത്യമായിട്ടും ക്ലുപ്തമായിട്ടും നമ്മളത് ചോദിക്കുകയും ഉത്തരം നൽകുകയൊക്കെ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണ് സർവശക്തനായ ദൈവത്തിന് മുമ്പിൽ വരുമ്പോൾ നമ്മൾ പറയുന്ന ഒരു വാക്കുകൾ ശ്രദ്ധയോടെ, അത് ഭയന്നിട്ടല്ല, മറിച്ച് ദൈവം എല്ലാം കേൾക്കുന്നു, ദൈവം എന്നെ കാണുന്നു, ദൈവം അറിയുന്നു. അതുകൊണ്ട് ഞാനത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ വാക്കുകളും ദൈവസന്നിധിയിൽ പറയാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ഈ 104 സങ്കീർത്തനം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഒരു കാവ്യാവിഷ്കാരമാണെന്നാണ് ചിന്തകന്മാർ പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം പോയറ്റിക്കലായിട്ട് രേഖപ്പെടുത്തിയിരിക്കുക. സൃഷ്ടി വിവരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 104 സങ്കീർത്തനത്തിൽ ഒരു കാര്യം മാത്രമല്ല, മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചില്ല. പക്ഷെ മനുഷ്യ സൃഷ്ടിയാണത് അർപ്പിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ സവിശേഷത എന്നുള്ള കാര്യം. മറ്റുള്ളതെല്ലാം എൻ്റെ പ്രപഞ്ചത്തിൻ്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും വളരെ മനോഹരമായിട്ട് കാവ്യരൂപത്തിൽ വിവരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഒരു ആവിഷ്കാരമാണെന്ന് 104 സങ്കീർത്തനത്തെക്കുറിച്ച് പറയാം. ദൈവത്തെ സ്തുതിക്കുന്നത്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതെല്ലാം നമ്മുടെ ബലമാണ്. ദൈവകാര്യങ്ങൾ ചിന്തിക്കുക, ദൈവത്തിൻ്റെ ജ്ഞാനം. കഴിഞ്ഞ ദിവസം ഒരു മൂഢനായൊരു മനുഷ്യൻ, മൂഢൻ എന്ന് പറയുന്നത് ദൈവമില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ഏതിലോ ഇതിൽ കാണുക, ഷോർട്സിൽ കാണുക, ദൈവം എന്തിനാണ് കൊതുകിനെ സൃഷ്ടിച്ചതെന്ന്. ചോദ്യം അതാണ്. ഞാനായിരുന്നു ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു. മനുഷ്യൻ പറയുകയാണ്, ഞാനായിരുന്നു ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു. ഇതാണ് മനുഷ്യൻ്റെ വിവരക്കേട് എന്ന് പറയുന്നത്, ബുദ്ധിഹീനത എന്ന് പറയുന്നത്. ദൈവമില്ല എന്ന് മൂഢൻ്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന് പറയുന്ന എത്ര അർത്ഥവത്തായിട്ടുള്ള കാര്യമാണ്. ദൈവത്തിന് അതിന് സത്യമാണ്. അവരെയൊക്കെ വിജ്ഞാനികളെന്ന് പറയുന്നവരെയാണ് അതിനേക്കാൾ മഹാമൂഢന്മാരായിട്ട് നമ്മൾ കരുതേണ്ടത്. കാരണം ദൈവം ഒരു കാര്യം കണ്ടാൽ അപ്രകാരം തന്നെയാണ്. അവർ ദൈവത്തിങ്കിലേക്ക് വരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ മൂഢത്വം വിട്ട്, ഭോഷത്വം വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ തള്ളിക്കളഞ്ഞെന്നല്ല പറയുന്നത്. പക്ഷേ അവരുടെ മൂഢത്വത്തെ നമ്മൾ ആലങ്കാരികമായിട്ട് പല ഭാഷകളാലും വിവരിക്കാനും ജ്ഞാനി എന്ന രീതിയിൽ അവരോട് വരുവാൻ ശ്രമിച്ചാൽ അത് ദൈവത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ശരിക്കും അങ്ങനെ ഉള്ള വ്യക്തികളിൽ നിന്ന് ആ ചിന്തകളെ നമ്മൾ എതിർത്ത് നിൽക്കണം എപ്പോഴും.
അത് തെറ്റാണെന്ന്. കാരണം ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാകും സൃഷ്ടാവാൻ ദൈവത്തിൻ്റെ കരവരുത്. നമ്മൾ ജനിച്ചപ്പോൾ എങ്ങനെ ജനിച്ചു? നമ്മുടെ ജനനത്തിൽ തന്നെ നമ്മൾ അത്ഭുതമല്ലേ. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിൻ്റെ എൻ്റെ കല്ലാം കണ്ടു എന്ന് ദാവീദ് പറയുക. അസ്ഥികൾ ഉരുവായി വന്നത് എങ്ങനെയാണ്? ബോൺസ് എങ്ങനെ വന്നു? അതിനകത്ത് മാരോ എങ്ങനെ വന്നു? ബോൺ മാരോ എങ്ങനെ വന്നു? മജ്ജ എങ്ങനെ വന്നു? ഞരമ്പുകളൊന്ന് വെയിൻസ് എങ്ങനെ വന്നു? സെൽസ് കോശങ്ങൾ എങ്ങനെ വന്നു? ഇതെല്ലാം മനുഷ്യൻ പിന്നീട് കണ്ടുപിടിച്ചപ്പോഴാണ് ഇതുണ്ടായത്. കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം ഉണ്ട്. മനുഷ്യൻ കാലാകാലങ്ങളിൽ കണ്ടുപിടിക്കുന്നു. ആ കണ്ടുപിടിച്ചത് ഒന്നും പൂർണ്ണമല്ല. അതിനെ അവർ ആശ്രയിക്കുന്നത്. ശാസ്ത്രമാണ് വലുതെന്ന്. എന്നാൽ ഈ ശാസ്ത്രങ്ങൾ വെളിപ്പെടുത്തിയവരെല്ലാം ദൈവഭക്തരായിരുന്നു എന്നുള്ള കാര്യം അവർ സ്മരിക്കുകയാണ്. യുവജനങ്ങൾ ബഹുഭൂരിപക്ഷവും എല്ലാം ആ ഒരു മൂഢചിന്തയ്ക്ക് ഇങ്ങനെ എളുപ്പമാണ്. അത് ദൈവമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ തോന്നിവാസം ജീവിക്കാമല്ലോ. ദെയർ ഈസ് നോ ലോസ് ആൻഡ് റെസ്ട്രിക്ഷൻസ്, ദെയർ ഈസ് നോ എന്നാ പറയുന്നത് എത്തിക്സ്, ധാർമ്മികതയില്ല, ഒന്നുമില്ല, തോന്നിയ പോലെ ജീവിക്കാം. അവനവൻ്റെ നിയമം. അങ്ങനെ ലോകം എന്തായിരിക്കും? അരാജകത്വം ഏറ്റവും കൂടുതൽ വാണിട്ടുള്ള ലോകത്തിൽ ഈ നിരീശ്വരവാദികളുടെ ഇതാണ്. ദൈവം ഇല്ല എന്ന് പറയുന്ന മനുഷ്യരിലാണ് അരാജകത്വം കൂടുതൽ. ഏകാധിപതികളും ദുർഭരണക്കാരും ഒക്കെ ആയിട്ട് മാറിയിട്ടുള്ള അങ്ങനെയാണ്. റഷ്യയിലും മറ്റുമൊക്കെ നടന്നതാണ്. ആ ഒരു ഇതാണ്. അതുപോലെ ഹിറ്റ്ലർ. അങ്ങനെ ഓരോ വ്യക്തികളുടെ ജീവിതത്തെ എടുത്ത് നോക്കിയാൽ ദൈവഭക്തരല്ലായിരുന്നു അവർ. ദൈവഭയം ഇല്ലായിരുന്നു എന്ന് നമ്മൾ കാണുന്നത്. ദൈവം ഉണ്ടെന്ന് പോലും അവർ വിശ്വസിച്ചിരിക്കുന്നില്ല എന്നാണ് കാണപ്പെടുന്നത്. നമുക്ക് നമ്മുടെ സങ്കീർത്തന ധ്യാനത്തിലേക്ക് വരാം. ഇവിടെ ദൈവ സൃഷ്ടിയെല്ലാം വിവരിക്കുകയാണ്. അറിയുന്ന രീതിയിൽ ദൈവം അത് റിവീൽ ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ പറയുകയാണ്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ, ദ ഗ്രേറ്റ് പ്ലസ് ദ ലോർഡ് ഓഫ് മൈ സോൾ, ഓ ലോർഡ് മൈ ഗോഡ്, യു ആർ വെരി ഗ്രേറ്റ്. നീയാണ് അത്യുന്നതനെന്ന്. അത് നമുക്ക് ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ വലിയത് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക. എന്താണ് നമ്മുടെ ജീവിതത്തിൽ വലിയത്? ഏറ്റവും വലിയതായിട്ട് സുപ്പീരിയർ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ? നമ്മുടെ എന്തെങ്കിലും ചില റിക്രിയേഷൻസ്, വിനോദങ്ങൾ ഉണ്ട്. അതവർക്ക് വിനോദങ്ങൾ, ഇപ്പോൾ ചില ഗെയിംസ് അല്ലെങ്കിൽ ചില ഹാബിറ്റ്സ്, അതൊക്കെയാണ് അവർക്ക് വലുതായിട്ട് തോന്നുന്നതെന്ന്. കാരണം ദൈവീക കാര്യങ്ങൾ അതിനുവേണ്ടി ഒരു മാറ്റി വെക്കും. അപ്പോൾ ആരാ വലുത്? അപ്പോൾ എന്താ വലുത്? അപ്പോൾ പ്രയോറിറ്റി എന്തിനാണ്? പ്രയോറിറ്റി നാം എന്തിനു കൊടുക്കുന്നു എന്നതിനനുസരിച്ചാണ് എന്താണ് നമ്മുടെ ജീവിതത്തിൽ വലിയത്. ദൈവം വലിയവൻ തന്നെയാണ്. നമ്മൾ വലിയവനാക്കിയില്ലെങ്കിലും നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ദൈവം സർവശക്തൻ, ദൈവത്തിന് മാറ്റമില്ല. പക്ഷെ നമ്മുടെ പ്രയോറിറ്റി നമ്മുടെ ജീവിതത്തിൽ എന്തിനു കൊടുക്കുന്നു അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്താ വലുതെന്നുള്ളത്. പണത്തിന് പ്രാധാന്യം നൽകുന്നവരുണ്ട്, ജോലിക്ക് പ്രാധാന്യം നൽകുന്നവരുണ്ട്, കുടുംബത്തിന് പ്രാധാന്യം, ഭാര്യയ്ക്ക്, ഭർത്താവിന്, ഇതിനൊക്കെ ദൈവത്തെക്കാൾ ഉപരിയായിട്ട് സ്ഥാനം കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവരാണ് വലുത്. ആ സൃഷ്ടികളാണ് വലുത്, സൃഷ്ടാവല്ല. എപ്പോഴാണോ നമ്മൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ സുപ്പീരിയർ, നമ്മൾ പ്രയോറിറ്റി, മുൻഗണന നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുന്നത്, അപ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ മഹത്വപ്പെടുന്നത്. അങ്ങനെ ദൈവത്തിന് എല്ലാറ്റിനും മുൻഗണന കൊടുക്കാൻ സാധിക്കുന്ന ഒരു അനുഭവം എന്ത് ചെയ്താലും ദൈവമേ എന്നുള്ള ഒരു ചിന്തയിൽ, ദൈവത്തോടുള്ള ആലോചനയിൽ ചോദിക്കണം. ദൈവത്തോട് ദൈവപുത്രൻ തരും. നമ്മൾ ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യണം. അത് ദൈവം നമ്മളത് ഷെയർ ചെയ്യുമ്പോൾ അറിയാതെയും ദൈവത്തിന് തരും. നമ്മൾ ചോദിക്കാത്ത കാര്യങ്ങൾക്ക് പോലും ദൈവത്തിന് നിന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ, അങ്ങനെ നമ്മൾ ചോദിച്ചിട്ട് അത് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു അന്തർബോധ്യം, ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വരികയാണ്. ദൈവമാണ് അത് ചെയ്തതെന്നുള്ള ആ ബോധ്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ ജനുവിനായിട്ട് ഇങ്ങനെ പോകും. കാരണം ദൈവം കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതിൻ്റെ ആഹാരം കൊടുക്കുന്നു എന്ന് പറയുന്നത്, അത് സർവശക്തൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ദൈവം വലിയവനെന്ന്, അപ്പോൾ ദൈവത്തെക്കുറിച്ച് പറയുന്നത്, മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു, വസ്ത്രം ധരിക്കുമ്പോൾ നീ പ്രകാശത്തെ ധരിക്കുന്നു, തിരശ്ശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു. ഈ സൃഷ്ടാവിൻ്റെ മുമ്പിൽ എങ്ങനെ മനുഷ്യന് അവിടെ നിന്ന് അനുവദിക്കാതെ എങ്ങനെ നിൽക്കാൻ പറ്റും? ഈ ചിലരൊക്കെ ഈ നാളുകളിൽ ആലങ്കാരികമായിട്ട് പറയും. അവർ അത് അറിഞ്ഞുകൊണ്ടല്ല, ചിലർ പറഞ്ഞത് റെക്കർ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാ തേജസ് വാരിച്ചുറ്റി വരുന്ന ദൈവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാക്കുകളിൽ ഇങ്ങനെ പറയും. പക്ഷെ അതിൻ്റെ ആ ഗൗരവം ഒന്നും അതിനകത്ത് ഇത് എനിക്കാറില്ല. ദൈവത്തിൻ്റെ സർവശക്തി, സർവമഹത്വം, ദൈവത്തിൻ്റെ മഹത്വം. യെശയ്യാപ്രവാചകൻ ഒരു പ്രാവശ്യം കണ്ടപ്പോഴാവും അല്ലേ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ അശുദ്ധനായൊരു ആദരമുള്ള മനുഷ്യൻ, ഞാൻ നശിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ദൈവമഹത്വം കണ്ടപ്പോഴേ, യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിലാണ്. അപ്പോൾ എത്രയാണ് ദൈവം ഒന്ന് ഇത് ചെയ്താൽ നമുക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും? ഓ തേജസ്സിന് മുമ്പാകെ നമുക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും?
വെളിച്ചമായിട്ട് നമ്മൾ രൂപാന്തരപ്പെടേണ്ടത് അതാണ്. വെളിച്ചത്തിന് വെളിച്ചത്തോട് ചേരാൻ പറ്റത്തുള്ളൂ, ഇരുട്ടിന് വെളിച്ചത്തിന് നിൽക്കാനേ പറ്റുകയില്ല. അതാണ് ഈ അന്ത്യന്യായവിധിയെങ്കിൽ ഇപ്പോൾ സാധു സുന്ദർ സിംഗ് പറഞ്ഞു, ദൈവത്തോട് ചോദിച്ചു, ദൈവമേ എന്താണ് ആ മനുഷ്യനെ അനുവദിക്കാത്തത്? ദൈവം ആരെയും അവിടെ തള്ളുന്നില്ല, അവർ തന്നെ അവരകന്നു പോവുകയാണെന്ന് പറയുന്നത്. വെളിച്ചത്തിൽ നിന്നും ഇരുട്ടകന്നു പോകുന്നത് പോലെ തിന്മയിൽ ജീവിക്കുന്ന മനുഷ്യൻ അവൻ ആ തിന്മ കാരണം ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ്. ഇരുട്ടിന് വെളിച്ചത്തിന് മുമ്പ് നിൽക്കാൻ പറ്റുകയില്ല. ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിൽ കടക്കാൻ അനുവാദം കൊടുക്കുകയാണ്, പക്ഷേ അവൻ അവിടെ നിൽക്കുന്നില്ല. സദസ്സിനെ കാണിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു കൊടുക്കുന്ന ദൃഷ്ടാന്തമാണ്. അവനോട് നിൽക്കാൻ പറ്റുന്നില്ല, അവൻ തന്നെ വെളിച്ചം അകന്നു പോവുക, കാരണം അവൻ വെളിച്ചത്തോട് ചേരാൻ പറ്റുന്നില്ല. അതാണ് കർത്താവ് യേശു ക്രിസ്തു, ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ എന്നെ അനുഗമിക്കുന്നു, ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനായി തീരും. കണ്ടോ, ആയിത്തീരുന്നാണ്. അത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമ്മൾ ആ വെളിച്ചത്തോട് ചേർന്നുകൊണ്ട്, വെളിച്ചം ഏതൊക്കെ രീതിയിലുണ്ട്? 0 വോൾട്ട് ഉണ്ട്, 15 വോൾട്ട് ഉണ്ട്, അല്ലേ, 100 വാട്ട് ബൾബുണ്ട്, 250 ഉണ്ട്, 1000 വാട്ട്സിൻ്റെ ഉണ്ട്. ഇതിങ്ങനെ കൂടി വരികയാണ്. വെളിച്ചം തന്നെ, പക്ഷെ വെളിച്ചത്തിൻ്റെ എത്ര ഇതാണ്. അപ്പോൾ ഈ സൂര്യപ്രകാശമാണ് വലുതെന്ന് നമ്മൾ പറയും. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ ദമസ്കോസിൻ്റെ പടുവാതൊക്കെ വെച്ച് സൂര്യനെ കവിഞ്ഞൊരു പ്രകാശത്തെയാണ് കാണുന്നത്. ആ തേജസ് അവൻ്റെ ചുറ്റും മിന്നുകയാണ്. സൂര്യനെ കവിഞ്ഞൊരു തേജസ്. നട്ടുച്ചയ്ക്കല്ലേ, അത് ദൈവത്തിൻ്റെ അത്ഭുതപ്രവൃത്തി. നട്ടുച്ചയ്ക്കാണ് അവൻ്റെ ദൈവം തൊടുന്നത്. അപ്പം നട്ടുച്ചയ്ക്കാണ് സൂര്യൻ ഏറ്റവും പ്രശോഭിതമായിട്ട് നിൽക്കുന്നത്. ആ സൂര്യനെ കവിഞ്ഞ ഒരു പ്രകാശം എന്ന് പറയുന്നതാണ്. അതാണ് അവൻ്റെ കണ്ണ് അന്ധമായി തീർന്നു. പൗലോസ് അപ്പോസ്തലൻ കണ്ണ് അന്ധമായി തീർന്നു. 3 ദിവസം അവൻ്റെ കാഴ്ചയില്ല. 3-ാമത്തെ ദിവസമാണ് അനന്യാസ് വന്ന് അവൻ്റെ തലയിൽ കൈവെക്കുന്നു. ഉടനെ ചെതുമ്പൽ പോലെ ഒന്ന് കണ്ണിൽ നിന്ന് വീഴുന്നു, അവൻ കാഴ്ച പ്രാപിക്കുന്നു. അപ്പോൾ ദൈവം നമ്മളോട് ദൈവം എത്ര വലിയവെന്ന്. കർത്താവേ, ദൈവമേ, ഞങ്ങളുടെ അന്തരങ്ങളെയും തുറക്കണമേ അപ്പാ, ഞങ്ങളുടെ ഉൾക്കണ്ണുകളെയും തുറക്കണമേ അപ്പാ. അവിടുന്ന് എത്ര വലിയവനെന്ന് കാണുവാൻ, അവിടുത്തെ ശ്രേഷ്ഠത കാണുവാൻ, അവിടുത്തെ കരവിരുത് കാണുവാൻ, അവിടുത്തെ സൃഷ്ടിയുടെ മഹത്വം കാണുവാൻ, ഞങ്ങളെങ്ങനെ അവിടുന്ന് സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന്, ഞങ്ങളുടെ സൃഷ്ടിയിൽ ഞങ്ങൾക്ക് ഒരു അംശം പോലും പങ്കില്ല എന്ന് തിരിച്ചറിയാൻ, ഞങ്ങളെ മെനഞ്ഞിരിക്കുന്നു അപ്പോൾ എത്ര മനോഹരമായിട്ട് ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. ഓരോ അവയവങ്ങളും അതിനെ സ്ഥാനത്ത് അവിടെ നിർമ്മിച്ചിരിക്കുന്നു. കർത്താവെ, സ്തുതി അപ്പോൾ ഇതെല്ലാം തിരിച്ചറിയുവാൻ, നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. നമ്മൾ എത്ര മനോഹരമായിട്ട് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. ഓരോന്നിനും നമുക്കൊന്നിനും അവകാശമില്ല, എല്ലാം ദൈവത്തിൻ്റെ ദാനം. കുറവുകളുണ്ട്, ലോകപ്രകാരം കുറവുകളുണ്ട് എന്ന് പറയുന്നതും ആ കുറവുകൾ നമ്മൾ ദൈവസേന സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ നിറവായിട്ട് മാറുകയാണ്, ദൈവത്തിൻ്റെ അത്ഭുതമായിട്ടത് മാറും. അതുകൊണ്ടാണ് ഒന്നിനും നമുക്ക് ദൈവത്തെ പഴി പറയാനോ കുറ്റം പറയാനോ നമുക്കില്ല. നമ്മൾ തുടർന്ന് വരുന്നുണ്ട്, അതിലേക്ക് വരും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നു. യോബ് തന്നെ പറയുന്നുണ്ട്, ദൈവം 1000 ചോദിച്ച 1000-ൽ നിന് ഉത്തരം പറയാൻ കഴിയുമോ എന്ന്. മനുഷ്യനോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായി പലരും. എന്നാൽ ദൈവം നമ്മോട് ചോദിച്ച 1000-ൽ ഉത്തരം പറയാൻ പറ്റുമോ എന്ന്. അപ്പോൾ ആ ദൈവത്തിൻ്റെ സൃഷ്ടി കർത്താവെ അത് മനസ്സിലാക്കുവാൻ കൃപ തരുമെന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശങ്ങൾ അത് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാ ദിവസവും നമുക്ക് സമർപ്പിക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങളിങ്ങനെ സ്തുതിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നിന്നെ കാണുവാൻ കൊണ്ട് ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ദൈവത്തെ ദൈവമായി കണ്ടാരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, അപ്പോൾ നിന്നെ സ്നേഹിപ്പാൻ, നിൻ്റെ സ്നേഹം തിരിച്ചറിയുവാൻ, ക്രൂശിൽ പുത്രനെ നൽകുവാൻ കൊണ്ട് ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തെ, അവിടുത്തെ ദിവ്യ സ്നേഹത്തെ ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ബലത്തോടും കൂടെ നിന്നെ സ്നേഹിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ രൂപാന്തരപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവും കൃപയും രൂപാന്തരീകരണവും കർത്താവെ പുതുക്കലും എല്ലാം ഞങ്ങൾക്ക് അവിടെ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല കൃപകൾക്കായ സ്തുതി, അവിടുത്തെ അത്യുന്നതിക്ക് നന്ദിയോടെ മഹത്വം തുടങ്ങി ഞങ്ങൾ എല്ലാ മഹത്വത്തെ അർപ്പിക്കുന്നു. ആമേൻ. എൻ മനം നീ തുറക്കൂ, പൂവിലും പുല്ലിലും തുടിക്കുന്ന നിൻ ജീവ സ്പന്ദനം ആസ്വദിക്കാൻ ഹൃദയം നീ തുറക്കൂ. ചിരിക്കുന്ന മുകുളവും ചിലയ്ക്കുന്ന കിളികളും
നാഥന്റെ കരതാരി സ്തുതിച്ചിടുന്നു. തിരമാലകളും വയലേലകളും നാഥന്റെ ഗീതികൾ പാടിടുന്നു. നിൻ മഹിമാവേ വാഴ്ത്താം.